Good afternoon. PDF കാണാമോ എല്ലാവർക്കും? Good afternoon. Okay, good afternoon to all. ഇവിടെ ഹോസ്പിറ്റൽ വാർഡ്സ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. Factors involved in good ward management. Okay. എത്ര പോയിന്റ്സ് പറഞ്ഞു നോക്കുന്നുണ്ട്? Yes, very good. Establishment of good working relationship within the ward and with other associates. ഉടമല്ലേ പറഞ്ഞത്? പേജ് നമ്പർ നിങ്ങളുടെ ടെക്സ്റ്റ് കറക്റ്റ് ആണോ എന്നറിയില്ല കേട്ടോ. അത് 55 ആണ്. 51 കേട്ടോ. ഒരു ഗുഡ് വാർഡ് മാനേജ്മെന്റിനുമായി ബന്ധപ്പെട്ട് വരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് വരുന്നത് എന്താണ് അതിൽ വരേണ്ടത്? ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. എന്താണ് ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്? ഒരു വാർഡിലെ മെയിൻ കാര്യങ്ങൾ, മെയിൻ ചുമതല, മെയിൻ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വഹിക്കുന്നത് ആരായിരിക്കും?
യഥാർത്ഥത്തിൽ വാർഡിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ് എന്താ ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഒരു കൂട്ടായ പ്രവർത്തനമാണ് അല്ലെ. ഒരു വാർഡിലെ സംബന്ധിച്ചിടത്തോളം നിരവധി സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, നിരവധി നഴ്സുമാരുണ്ടായിരിക്കും. അപ്പൊ അവർക്കൊക്കെ എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്കുകൾ ഉണ്ടാവും, ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് ഒരു അധികാര പരിധിയിൽ, അത് ചിലപ്പോ നമുക്കൊരു വാർഡ് നഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ വാർഡിന്റെ ഹെഡ് നഴ്സ് ആയിരിക്കും ഉള്ളത്. അവരുടെ ചുമതലകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ ഡ്യൂട്ടീസ് ആണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, അതായത് വാർഡിലെ ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയ. ഓക്കെ, അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഇപ്പൊ നമ്മൾ പറയില്ലേ, മേലുദ്യോഗസ്ഥര് എന്താണ് കീഴുദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ വഹിക്കുന്നതിനനുസരിച്ച് കൊടുക്കുന്നതിനനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത് അല്ലെ. ഓക്കെ, അതൊക്കെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വർക്കിന് വേണ്ടിയിട്ട്, നല്ലൊരു രീതിയിലുള്ള ഒരു വർക്ക് കണ്ടീഷൻ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് നമ്മൾ അത്തരത്തിൽ എന്താണ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ ഓർഗനൈസേഷൻസ് എടുത്താലും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ. സബോർഡിനേറ്റ്സ് പറയുന്ന, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങളായിരിക്കുള്ളൂ കീഴുദ്യോഗസ്ഥർ അനുസരിക്കും. അവർ പറയുന്ന നിർദ്ദേശങ്ങൾ, അവരുടെ ഡ്യൂട്ടീസ് ഒക്കെ എങ്ങനെ ചെയ്യണം, ഏതൊക്കെ ടാസ്കുകൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും അവരവിടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു വാർഡിൽ എന്തുണ്ടായിരിക്കും, ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. അതായത് അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് പ്രവർത്തനങ്ങൾ, ഡ്യൂട്ടീസ്, ടാസ്ക് എന്തൊക്കെയാണ്, അതിനനുസരിച്ച് അതിന്റെയൊക്കെ എന്താണ് ഒരു വാർഡിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അധികാരങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ് എന്താ ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. Okay. Yes. Next one, well-planned assignments. Well-planned assignments. ആ മൊഡ്യൂൾ 1 അല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത്, 2 തുടങ്ങിയിട്ടില്ലല്ലോ ആരും. Well-planned assignments. Hospital wards unit 10. എന്താണ് well-planned assignments എന്ന് പറയുന്നത്? വാർഡ് സംബന്ധമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെയിലി പ്ലാൻസുമായി ബന്ധപ്പെട്ട അസൈൻമെന്റ്സ് വർക്ക്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതെല്ലാം തന്നെ എങ്ങനെയായിരിക്കും, നല്ലൊരു ഓർഗനൈസ്ഡ് മാനറിൽ അല്ലെങ്കിൽ വ്യക്തമായ രീതിയിൽ പ്ലാൻ ചെയ്തിട്ടായിരിക്കും അവര് അറേഞ്ച് ചെയ്യുന്നതാണ് അസൈൻമെന്റ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. Then well arranged time for personnel. Well arranged time for personnel. Page number 51. എന്താണ് വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽ? പേഴ്സണൽ ഇവിടെ ആരെയാണ് പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്നത്? സ്റ്റാഫുകളാണ് അല്ലെ, സ്റ്റാഫുകളെയാണ്. ഓക്കെ, അപ്പൊ അവർക്ക് സ്പെസിഫിക് ടൈം ഉണ്ടായിരിക്കും അല്ലെ, വ്യക്തമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ടൈം ഉണ്ടായിരിക്കാം. ആ കൃത്യ സമയത്ത് തന്നെ എത്തിച്ചേരുക. ഓക്കെ, അതായത് ഇപ്പോ 8 മണിക്ക് എത്തേണ്ട സമയം കൃത്യമായിട്ട് 8 മണിക്ക് തന്നെ ജോയിൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്താണ് 8 മണിക്ക് എത്തേണ്ട ആളുകൾ 8:45, 8:30 ആ ഒരു സമയത്തൊക്കെ എത്തിച്ചേരുന്നതിനനുസരിച്ച് എന്താണ് അവരുടെ വർക്ക്സില് പലതരത്തിലുള്ള മിസ്റ്റേക്സിന് വരാനുള്ള സാധ്യത. ഇപ്പൊ പേഷ്യന്റ് കെയർ തന്നെ ഭയങ്കര ധൃതി പിടിച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് ഇൻ കേസ് എന്തെങ്കിലും തരത്തില് പ്രോബ്ലംസ് അവിടെയും വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഒരു കൃത്യമായ ഒരു സമയം പാലിച്ചുകൊണ്ടായിരിക്കണം. അതായത് ആ ഓരോ സ്റ്റാഫുകൾക്ക് അവർക്ക് അനുയോജ്യമായിട്ടൊരു ടൈം അനുവദിച്ചിട്ടുണ്ട്. ആ അനുവദിച്ച സമയത്ത് തന്നെ ആയിരിക്കണം അവരെല്ലാവരും ആ ഒരു വാർഡിലെ വർക്കിനായിട്ട് അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് എത്തിച്ചേരേണ്ടത്. ഓക്കെ, അത് പലതരത്തിലുള്ള കാര്യങ്ങളെ പ്രത്യേകിച്ച് പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ടൈമിൽ വരികയാണെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഓരോ നഴ്സിംഗ് സ്റ്റാഫിനും സാധിക്കും. Okay. Yes. Then good teaching and supervision. Good teaching and supervision. ഇവിടെ ആരെയാണ് ഉദ്ദേശിക്കുന്നത് ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ? ആർക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അത് ഉപകാരപ്പെടുന്നത്? ആരെയായിരിക്കും? To focus attention of medical students അല്ലേ? യെസ്, അതായത് നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞു പർപ്പസ് പഠിച്ച സമയത്ത് പർപ്പസ് വാർഡിന്റെ പർപ്പസ് ഏതൊക്കെയാണെന്ന് പഠിച്ച സമയത്ത് നമ്മളിത് പറഞ്ഞിരുന്നു ഈ ഒരു പോയിന്റ് അല്ലെ, ഓർക്കുന്നുണ്ടോ? യെസ്, അതായത് മെഡിക്കൽ സ്റ്റുഡൻസിന്റെ അവരുടെ വർക്ക്സുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു റിസർച്ച് പർപ്പസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള മേൽനോട്ടം വഹിക്കുന്നതിനും വാർഡ് നല്ല രീതിയിൽ അല്ലെ, ഒരു വാർഡിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതിനാൽ തന്നെ എന്താണ് മെഡിക്കൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ എന്തൊക്കെയാണ് അവർക്ക് അസിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ വാർഡിൽ അസിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിക്കാനായിട്ട് അവസരം എന്താണ് അവർക്ക് കൂടുതലും വാർഡിൽ നിന്നാണ് ലഭിക്കുന്നത്. ഓക്കെ, യെസ്, അപ്പൊ അത്തരത്തിലെ അവസരങ്ങളും കൊടുക്കുന്നത്, അതായത് ഒരു ഗുഡ് വാർഡ് മാനേജ്മെന്റിന്റെ മെയിൻ പർപ്പസിൽ അല്ലെങ്കിൽ മെയിൻ ഫാക്ടറിൽ ഒന്ന് വന്ന് തന്നെയാണ് എന്ത് മെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ട രീതിയിലുള്ള ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ,
ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് ബാഡ് മാനേജ്മെന്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ്സ് മനസ്സിലാവാത്തുണ്ടോ ആരെങ്കിലും? എല്ലാ പോയിന്റ്സും ക്ലിയർ ആണോ? യൂസ് ഓഫ് ഡെമോഗ്രാഫിക് മെത്തേഡ് എന്താന്ന് പറഞ്ഞിരുന്നല്ലോ. എന്തായിരുന്നു ഉദ്ദേശിച്ചത് നമ്മളെ യൂസ് ഓഫ് ഡെമോഗ്രാഫിക് മെത്തേഡ് എന്ന് പറയുന്നത്? വാർഡ് പോളിസി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിൽ, അതായത് ഇവിടെ ഡെമോക്രാറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയായിരിക്കും? വേറെ വേറെ പോളിസീസ് ആണോ ക്രിയേറ്റ് ചെയ്യുന്നത്? എല്ലാവർക്കും ഒരേപോലെയുള്ള രീതിയിൽ അല്ലെ? യെസ്, അതായത് മറ്റു ഡിസ്ക്രിമിനേഷൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിവേചനപരമല്ലാത്തോ അല്ലാതെ ഈക്വലൈസ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പോളിസീസ് ആയിരിക്കണം വാർഡിൽ നമ്മൾ രൂപീകരിക്കുന്നത്. അധികം സ്ട്രിക്റ്റ് റിജിഡ് ആയിട്ടുള്ള രീതിയിലുള്ളതൊന്നുമല്ല, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെമോക്രാറ്റിക് മെത്തേഡ്, ഒരു ജനാധിപത്യ രീതിയിലുള്ള ഈക്വലൈസ് ചെയ്തിരിക്കുന്ന ഒരു പോളിസീസ് ആയിരിക്കണം വാർഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് കേട്ടോ. മനസ്സിലായോ? വേറെ ഏതെങ്കിലും പോയിന്റ്സ്? വെൽ പ്ലാൻഡ് അസൈൻമെന്റ്സോ ഇതാണോ? അത് വാർഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. യെസ്, അതായത് ഒരു വാർഡ് റുട്ടീൻസ്, ഡെയിലി റുട്ടീൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോഗ്രാംസ് അസൈൻമെന്റ്സ് അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം തന്നെ എങ്ങനെയായിരിക്കണം കണ്ടക്ട് ചെയ്യേണ്ടത്? അറേഞ്ച് ചെയ്യാം, പ്രോപ്പറായിട്ട് പ്ലാനിങ് ചെയ്തിട്ടായിരിക്കണം ഇത്തരം അസൈൻമെന്റ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ഓർ സെക്രട്ടറി. ഇപ്പോ വാർഡ് ക്ലർക്സിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക്: compiling and recording medical charts, reports and correspondence. Customers needs assessment, meeting quality, standard for service and evaluation of customer satisfaction. Provide support to healthcare staff and ensure appropriate maintenance of patients' care unit. Okay, ആദ്യത്തെ പോയിന്റ്സ് നോക്കാം. ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക്. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? കമ്പൈലിംഗ് ആൻഡ് റെക്കോർഡിംഗ് മെഡിക്കൽ ചാർട്ട്സ്, റിപ്പോർട്ട്സ് ആൻഡ് കറസ്പോണ്ടൻസ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത്? വാർഡ് ക്ലർക്കിന്റെ ഫസ്റ്റ് ഡ്യൂട്ടിയിൽ എന്താ പറയുന്നത്? കമ്പൈലിംഗ് സമാഹരിക്കുക, അത് കളക്ട് ചെയ്യുക. എന്തൊക്കെയാണ് കളക്ട് ചെയ്യേണ്ടത്? മെഡിക്കൽ ചാർട്ട്സ്, റിപ്പോർട്ട്സ് ആൻഡ് കറസ്പോണ്ടൻസ്. അതായത് മെഡിക്കൽ ചാർട്ടുകൾ, മറ്റ് റിപ്പോർട്ട്സുകൾ, മറ്റെന്തെങ്കിലും കറസ്പോണ്ടൻസ് മീൻസ് കത്തിടപാടുകൾ, അതുപോലെ പോസിറ്റീവ്സ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അതൊക്കെ കൃത്യമായിട്ട് സമാഹരിക്കുന്നതും അത് റെക്കോർഡ് ചെയ്യുന്നതും വാർഡ് ക്ലർക്കിന്റെ ഡ്യൂട്ടീസ് ആണ്. ഓക്കെ, മനസ്സിലായോ? ഇതൊക്കെയാണ് മെഡിക്കൽ ചാർട്ടുകൾ അല്ലെങ്കിൽ മറ്റ് റിപ്പോർട്ട്സുകൾ, മറ്റ് കറസ്പോണ്ടൻസ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് അത് കളക്ട് ചെയ്യുക, അതൊക്കെ സമാഹരിക്കുകയും കൃത്യമായ രീതിയിൽ റെക്കോർഡ് ചെയ്യുകയും ആരുടെ ഡ്യൂട്ടീസ് ആണ് വരുന്നത്? വാർഡ് ക്ലർക്കാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? Yes, then customers needs assessment, meeting quality standards for service and evaluation of customer satisfaction. Customers needs assessment, meeting quality standard for service and evaluation of customer satisfaction. എന്തായി പോയിന്റിൽ പറയുന്നത്? കസ്റ്റമേഴ്സിന്റെ നീഡ്സ് അസസ് ചെയ്യുന്നത് അല്ലെ? കസ്റ്റമേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് വരുന്ന പേഷ്യൻസ് ആണ് അല്ലെ? അവരുടെ നീഡ്സ്, അവരെന്തൊക്കെയാണ് ആവശ്യകതകൾ എന്നുള്ളത് അസസ് ചെയ്യുന്നു. നല്ല രീതിയിലുള്ള സർവീസസ് ആണ്, ക്വാളിറ്റി സ്റ്റാൻഡേർഡുള്ള സർവീസസ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ കൊടുക്കുന്ന സർവീസസിൽ അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്നത് കൂടി വാലുവേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും?
വാർഡ് ക്ലർക്കിന്റെ പ്രധാന ഡ്യൂട്ടീസ് ആണ് അല്ലെ. വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, അവരുടെ ആവശ്യകതകൾ എന്തൊക്കെയാണ് അതിനനുസരിച്ച്, അവരുടെ നീഡ് എന്താണ് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ദെൻ ഓൾറെഡി അവർ സാറ്റിസ്ഫൈഡ് ആണോ, പേഷ്യന്റ് സംതൃപ്തരാണോ എന്ന് കൂടി കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതും വാർഡ് ക്ലർക്കിന്റെ പ്രധാന ഡ്യൂട്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, provide support to healthcare staff and ensure appropriate maintenance of patient care unit. Provide support to healthcare staff and ensure appropriate maintenance of patient care unit. ഇനി ആരൊക്കെയാണ് സപ്പോർട്ട് കൊടുക്കുന്നത്? ഹെൽത്ത് കെയർ സ്റ്റാഫ് അല്ലെ. ഇതിനു വേണ്ടിയിട്ടാണ് ഹെൽത്ത് കെയർ സ്റ്റാഫിനെ സപ്പോർട്ടിങ് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് provide support to healthcare staff and ensure appropriate maintenance of patient care unit. എന്താണ് ആ പോയിന്റിൽ ഉദ്ദേശിക്കുന്നത്? പേഷ്യൻസിനെ കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ സ്റ്റാഫുകളെ സപ്പോർട്ട് ചെയ്യുക അല്ലെ. പേഷ്യന്റ് കെയർ യൂണിറ്റിലെ അതായത് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ, അതായത് നല്ല കെയർ കിട്ടാനായിട്ട് അല്ലെ. അതായത് ഹെൽത്ത് കെയർ സ്റ്റാഫിനെ, പ്രത്യേകിച്ച് പേഷ്യന്റ് കെയർ യൂണിറ്റിൽ സർവീസ് കൊടുക്കുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് വേണ്ട രീതിയിൽ എല്ലാ തരത്തിലുള്ള എല്ലാ സപ്പോർട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നതും വാർഡ് ക്ലർക്കിന്റെ പ്രധാന ഡ്യൂട്ടിയാണ്. ഓക്കെ, അതായത് പേഷ്യന്റ് കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ സ്റ്റാഫുകളെ ആവശ്യത്തിലധികം അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ട്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത് വാർഡ് ക്ലർക്കിന്റെ പ്രധാന ഡ്യൂട്ടിയാണ്. ഓക്കെ, then administer efficient communication network and manage flow of traffic. Administer efficient communication network and manage flow of traffic. പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ ഒരു ആശയവിനിമയ ശൃംഖല കൈകാര്യം ചെയ്യുക, അതായത് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്താണ് ഫ്ലോ ഓഫ് ട്രാഫിക്. എന്താണ് ഫ്ലോ ഓഫ് ട്രാഫിക് എന്ന് പറയുന്നത്? മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക് എന്ന് പറയുന്നത് എന്തിനെയാണ്? ഫ്ലോ ഓഫ് ട്രാഫിക് എന്തിനെയാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത്? ഫ്ലോ ഓഫ് ട്രാഫിക് എന്തായിരിക്കും? പേഷ്യൻസിന്റെ ഓവർഫ്ലോസ് ആണ് അല്ലെ. യെസ്, പേഷ്യൻസിന്റെ ഓവർഫ്ലോസ് വരാതെ നല്ല രീതിയിൽ അവർ എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യുക. ഓക്കെ, അവർ നല്ല രീതിയിലുള്ള ആശയവിനിമയ ശൃംഖല കൈകാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ ഫ്ലോ ഓഫ് ട്രാഫിക് കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യുക. ഓക്കെ, യെസ്. The next point, provide assistance to all nurses and ensure appropriate cleanliness of all units. Provide assistance to all nurses and ensure appropriate cleanliness of all units. പോയിന്റിൽ എന്താ പറയുന്നത്? ആർക്ക് അസിസ്റ്റൻസ് കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്? നഴ്സസിന്. എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ യൂണിറ്റുകളിലെയും ശുചിത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് വേണ്ട അസിസ്റ്റൻസുകള് വാർഡ് ക്ലർക്ക് എല്ലാ നഴ്സസിനും പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ. നമ്മൾ കണ്ടിട്ടുണ്ടാവും നഴ്സിംഗ് യൂണിറ്റ്സ് എപ്പോഴും എങ്ങനെയാണ് നഴ്സിംഗ് സ്റ്റേഷൻസ് കണ്ടിട്ടുണ്ടാവും അല്ലെ. വളരെ ക്ലീൻ ആയിരിക്കും, വളരെ ഹൈജീനിക് ആയിട്ടായിരിക്കും നിലനിർത്തിയിരിക്കുന്നത്. ഓക്കെ, യെസ്, അത് പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശപ്രകാരം തന്നെയാണ് എപ്പോഴും വാർഡ് വളരെ ക്ലീൻ ആയിട്ട്, അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റേഷൻസ് നമ്മൾ എപ്പോഴും എങ്ങനെയാണ് വളരെ ക്ലീൻ, വളരെ ഹൈജീനിക് ആയിട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും നഴ്സുമാർക്ക് നല്ല അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും ആരാണ്? വാർഡ് ക്ലർക്കിന്റെ പ്രധാന ഡ്യൂട്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, maintain and update patient database on computers and notify nursing staff on all diagnoses. Maintain and update patient database on computers and notify nursing staff on all diagnoses. ഈ ഒരു പോയിന്റ് ഒന്ന് ടിക്ക് ചെയ്തേ. പോയിന്റ് ഒന്ന് ടിക്ക് ചെയ്യാട്ടോ. പേഷ്യൻസിന്റെ എല്ലാ ഡാറ്റാബേസുകളും അപ്ഡേറ്റ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ
അത് കമ്പ്യൂട്ടേഴ്സിലേക്ക് ആഡ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ എന്താണ് എല്ലാ ഡയഗ്നോസിസും അല്ലെ. അതായത് ഇവിടെ മെയിൻ ആയിട്ട് വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ആരാണ് പേഷ്യൻസിന്റെ ഡാറ്റാബേസ് കമ്പ്യൂട്ടേഴ്സിലേക്ക് അസിസ്റ്റ് ചെയ്യുന്നതെന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറ്. who maintain and update patient database on computers എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ ഏതാണ് വരുന്നത് വാർഡ് ക്ലർക്ക് എന്നാണ് കേട്ടോ. ഓക്കെ, ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. യെസ്, അപ്പോ എല്ലാ ഡാറ്റാബേസസും അത് കമ്പ്യൂട്ടേഴ്സിലേക്ക് സെൻഡ് ചെയ്യും. അതോടൊപ്പം തന്നെ എന്താണ് എല്ലാ രോഗനിർണയങ്ങളെ കുറിച്ചിട്ടും നഴ്സിംഗ് സ്റ്റാഫിനെ അറിയിക്കുകയും ചെയ്യുന്നതും വാർഡ് ക്ലർക്കിന്റെ പ്രധാന ഡ്യൂട്ടിയാണ്. ഓക്കെ, യെസ്, മനസ്സിലായോ? Then coordinate with various departments and ensure proper service and supplies of unit. Coordinate with various departments and ensure proper services and supplies of unit. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് എന്താണ് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതും വാർഡ് ക്ലർക്ക് തന്നെയാണ്. അതോടൊപ്പം തന്നെ എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള സപ്ലൈസസ് ഒക്കെ ആവശ്യമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കോർഡിനേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതും വാർഡ് ക്ലർക്കിന്റെ പ്രധാന ഡ്യൂട്ടിയാണ് കേട്ടോ. യെസ്, coordinate with various departments and ensure proper services and supplies of unit. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുകളുമായിട്ട് കോർഡിനേറ്റ് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള സർവീസസും സപ്ലൈസസ് ആണോ യൂണിറ്റിൽ കൊടുക്കുന്നതെന്നും കൂടുതലായിട്ട് അനലൈസ് ചെയ്യുന്നതെന്നും അത് ഏകോപിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ വാർഡ് ക്ലർക്കിന്റെ പ്രധാന ഡ്യൂട്ടിയാണ്. ഓക്കെ, then prepare and update patient charts with ancillary reports and forms from various departments. Prepare and update patient charts with ancillary reports and forms from various departments. ഈ പോയിന്റ് ബ്രേക്കാണ്. പേഷ്യൻസിന്റെ ചാർട്ട്സ് അപ്ഡേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ചാർട്ട്സിനോടൊപ്പം ആഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ പല റിപ്പോർട്ട്സുകൾ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ആൻസിലറി റിപ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? മറ്റനുബന്ധ റിപ്പോർട്ട്സുകളായിട്ടുള്ള ആൻസിലറി റിപ്പോർട്ട്സ് ഏതൊക്കെയാണ്? ആൻസിലറി സർവീസസ് എന്ന് പറയുന്നത്, ആൻസിലറി സർവീസസ് വരുന്നത്, ആൻസിലറി റിപ്പോർട്ട്സുകൾ ഏതൊക്കെ വരും? ആൻസിലറി റിപ്പോർട്ട്സ് ആൻഡ് ഫോംസ് ഏതൊക്കെ വരുന്നുണ്ട്? എക്സ്റേ, MRI, CT പോലുള്ള അല്ലെങ്കിൽ അൾട്രാസൗണ്ട് പോലുള്ള റിപ്പോർട്ട്സ് ഒക്കെ തന്നെ, അതായത് ആ ചാർട്ട്സിന്റെ ഒപ്പം അതൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. പേഷ്യൻസിന്റെ ചാർട്ട്സ് അപ്ഡേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട്സുകളും കൂടി എന്താണ് അറേഞ്ച് ചെയ്യുന്നതും വാർഡ് ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, പ്രിപ്പയർ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് ചാർട്ട്സ്. പേഷ്യൻസിന്റെ ചാർട്ട്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും ആരാണ്? വാർഡ് ക്ലർക്കാണ്. ഇതിനോടൊപ്പം തന്നെ എന്താണ് മറ്റു റിപ്പോർട്ട്സുകളും കൂടി, അതായത് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അതെല്ലാം ആഡ് ചെയ്യുന്നതും വാർഡ് ക്ലർക്കിന്റെ പ്രധാന ഡ്യൂട്ടിയാണ്. ഓക്കെ, പോയിന്റ് ടിക്ക് ചെയ്യണം കേട്ടോ. Then maintain discharge summary, reports for all patients and keep record of all patients and send medical record to MRB after the discharge of patient. Maintain discharge summary reports for all patients and keep record of all patients. Discharge summary maintain ചെയ്യുന്നത് ആരാണ്? പേഷ്യൻസിന്റെ വാർഡ് ക്ലർക്കാണ്. അതോടൊപ്പം തന്നെ എന്താണ് ആ ഡിസ്ചാർജ് സമ്മറി എങ്ങോട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ആ മെഡിക്കൽ റെക്കോർഡ്സ് എങ്ങോട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്? MRD അല്ലെ. MRD എന്ന് പറയുന്നത് എന്താണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് അല്ല. അത് അറിയാത്തവരെ എഴുതിയെടുക്കുക കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. എല്ലാ പേഷ്യൻസിനും ഡിസ്ചാർജ് സമ്പ്ലേസുകൾ സൂക്ഷിക്കും. അതോടൊപ്പം തന്നെ എന്താണ് രോഗിയുടെ ഡിസ്ചാർജ് കഴിഞ്ഞാൽ ആ മെഡിക്കൽ റെക്കോർഡ്സുകൾ എല്ലാം തന്നെ MRDയിലേക്ക് അയക്കുകയും ചെയ്യുന്നതും വാർഡ് ക്ലർക്കിന്റെ പ്രധാന ഡ്യൂട്ടിയാണ്. ഓക്കെ, MRD സ്റ്റാൻഡ് ഫോർ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, മനസ്സിലായ പോയിന്റ്? Okay. Then administer medical records for all physicians and medical staff and monitor records of attendance. Administer
medical records for all physicians and medical staff are maintain records of attendance. എന്താ പറയുന്നത്? എല്ലാ ഫിസിഷ്യന്മാരുടെയും മെഡിക്കൽ സ്റ്റാഫുകളുടെയോ റെക്കോർഡ്സുകൾ അല്ലെ, അല്ലെങ്കിൽ അവരുടെ അറ്റൻഡൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളെല്ലാം തന്നെ സൂക്ഷിക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? വാർഡ് ക്ലർക്കിന്റെ പ്രധാന ഡ്യൂട്ടിയാണ്. ഓക്കെ, എല്ലാ ഫിസിഷ്യന്മാരുടെയും മെഡിക്കൽ സ്റ്റാഫുകളുടെയും മെഡിക്കൽ രേഖകൾ കൈകാര്യം ചെയ്യുകയും അത് കൃത്യമായിട്ട് ആ അറ്റൻഡൻസ് രേഖകളെല്ലാം സൂക്ഷിച്ചു വെക്കുന്നതും ആരാണ്? വാർഡ് ക്ലർക്കാണ്. ഓക്കെ, യെസ്. Then monitor all emergency calls and evacuate facilities when required. Monitor all emergency calls and evacuate facilities when required. എല്ലാ എമർജൻസി കോളുകളും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യും. അതോടൊപ്പം തന്നെ എന്താണ്, എന്തെങ്കിലും പ്രത്യേകിച്ച് ഫെസിലിറ്റീസ് ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷൻ, അതായത് ചിലപ്പോ ഇവാക്യുവേറ്റ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ചില സാഹചര്യത്തിൽ നമുക്ക് ഈ ഡിസാസ്റ്റർ, പല ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് ചിലപ്പോ എന്താണ്, ബെഡ് അവൈലബിലിറ്റി അല്ലെങ്കിൽ വാർഡിലെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം അല്ലെ. ചില സാഹചര്യം, ചില പ്രത്യേക എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ദുരന്തങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എന്താണ്, പേഷ്യൻസിന്റെ ഓവർഫ്ലോ ആയിരിക്കും ഉണ്ടാവുന്നത് അല്ലെ. അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എന്താണ്, അങ്ങനെ വരുന്ന എന്തെങ്കിലും എമർജൻസി കോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബെഡിന്റെ ഒക്കെ അവൈലബിലിറ്റി ഒക്കെ റെഡിയാക്കുകയും അല്ലെങ്കിൽ വാർഡിന്റെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ ആരാണ്? വാർഡ് ക്ലർക്കിന്റെ പ്രധാന ഡ്യൂട്ടിയാണ് കേട്ടോ. Then placing doctor's visit, ECG, echo, etc. in medical records. Placing doctor's visit, ECG, echo, etc. in medical records. ഡോക്ടേഴ്സിന്റെ വിസിറ്റും ടൈമുകൾ അല്ലെങ്കിൽ മറ്റ് ടെസ്റ്റ് കാര്യങ്ങൾ, ECG അറിയാനോ? ഇലക്ട്രോ കാർഡിയോഗ്രാം. എക്കോ എന്താണ്? എക്കോ എന്താണ്? എക്കോ കാർഡിയോഗ്രാംസ്. ഓക്കെ, യെസ്. അത്തരത്തിലുള്ള മെഡിക്കൽ റെക്കോർഡ്സുകളും കാര്യങ്ങളൊക്കെ മെഡിക്കൽ രേഖകളിൽ രേഖപ്പെടുത്തുന്നതും ആരാണ്? വാർഡ് ക്ലർക്കിന്റെ ഡ്യൂട്ടീസിൽ വരുന്നതാണ് കേട്ടോ. ഡോക്ടേഴ്സിന്റെ വിസിറ്റുകൾ അല്ലെങ്കിൽ മറ്റ് ECG, എക്കോ മുതലായിട്ടുള്ള മറ്റു രേഖകളെല്ലാം തന്നെ മെഡിക്കൽ റെക്കോർഡ്സിലേക്ക് രേഖപ്പെടുത്തുന്നതും വാർഡ് ക്ലർക്കിന്റെ പ്രധാന ഡ്യൂട്ടീസ് ആണ്. ഓക്കെ, മനസ്സിലായോ? ലാസ്റ്റ് പോയിന്റ്. യെസ്, ഒന്നുകൂടി നോക്കാം. ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക്. ഓക്കെ, യെസ്. എല്ലാ തരത്തിലുള്ള പേഷ്യൻസുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ ചാർട്ട്സുകളും റിപ്പോർട്ട്സുകളും മറ്റ് കത്തിടപാടുകളും എല്ലാം തന്നെ കളക്ട് ചെയ്യും, അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെന്താണ്, കസ്റ്റമേഴ്സിന്റെ നീഡ്സ് അസസ് ചെയ്യും. അതോടൊപ്പം തന്നെ അവർക്ക് കൊടുക്കുന്ന സർവീസസ് ക്വാളിറ്റി ഉള്ള സർവീസസ് ആണോ, അല്ലെങ്കിൽ അവർ ഓൾറെഡി അവരുടെ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ ഓൾറെഡി അവരുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നല്ല രീതിയിൽ വാലുവേറ്റ് ചെയ്യുന്നതും ആരാണ്? എന്താണ് അവരുടെ ആവശ്യകതകൾ അതൊക്കെ ചോദിച്ചറിയുന്നതും അവർ സംതൃപ്തരാണോ എന്നൊക്കെ അറിയുന്നതൊക്കെ ആരാണ്? വാർഡ് ക്ലർക്കിന്റെ പ്രധാന ഡ്യൂട്ടീസിൽ വരുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക്, പ്രത്യേകിച്ച് പേഷ്യന്റ് കെയർ യൂണിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ ഹോസ്പിറ്റലിൽ നല്ല രീതിയിലുള്ള ആശയവിനിമയ ശൃംഖല കൈകാര്യം ചെയ്യും. അതോടൊപ്പം തന്നെ ആ ഫ്ലോ ഓഫ് ട്രാഫിക്, പേഷ്യൻസിന്റെ ഓവർ ഫ്ലോസ് ഒക്കെ നിയന്ത്രിക്കുന്നതും ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ എന്താണ്, വാർഡിലുടനീളം ആ ഒരു ക്ലീൻനെസ് നിലനിർത്താൻ വേണ്ടിയിട്ട് വേണ്ട നഴ്സുമാർക്ക് വേണ്ട എല്ലാത്തരം അസിസ്റ്റൻസുകളും പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെന്താ, പേഷ്യൻസിന്റെ എല്ലാ ഡാറ്റാബേസസ് കമ്പ്യൂട്ടേഴ്സിൽ രേഖപ്പെടുത്തുന്നതും എല്ലാ രോഗനിർണയ വേളകളിലും പേഷ്യന്റ് നഴ്സസിനെ സഹായിക്കുന്നതും നോട്ടിഫൈ ചെയ്യുന്നതും വാർഡ് ക്ലർക്കിന്റെ പ്രധാന ഡ്യൂട്ടിയാണ്. പിന്നെന്താണ്, മറ്റ് ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ്, പേഷ്യൻസിന്റെ മറ്റ് ചാർട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതും മറ്റു റിപ്പോർട്ട്സുകളെല്ലാം ആഡ് ചെയ്യുന്നതിന്റെ ഡ്യൂട്ടീസും ഇദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ എന്താണ്, മെയിൻറ്റെയിൻ ഡിസ്ചാർജ് സമ്മറി റിപ്പോർട്ട്സ് ഫോർ ഓൾ പേഷ്യൻസ് ആൻഡ് കീപ് റെക്കോർഡ് ഓഫ് ഓൾ പേഷ്യൻസ്. പേഷ്യൻസ് ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത് അവരുടെ ഡിസ്ചാർജ് സമ്മറീസ് കൃത്യമായിട്ട് സൂക്ഷിച്ചിരിക്കുകയും അതോടൊപ്പം തന്നെ എന്താണ്, ഡിസ്ചാർജിന് ശേഷം ആ റിപ്പോർട്ട്സുകളെല്ലാം തന്നെ മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ MRDയിലേക്ക് സെൻഡ് ചെയ്യുന്നതും ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, പിന്നെ ഫിസിഷ്യൻസിന്റെയും മെഡിക്കൽ സ്റ്റാഫുകളുടെയൊക്കെ റെക്കോർഡ്സ് അല്ലെങ്കിൽ അവരുടെ അറ്റൻഡൻസിന്റെ ഒക്കെ രേഖകളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ്, എന്തെങ്കിലും തരത്തിൽ എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് എല്ലാ കോഴ്സുകൾ മോണിറ്റർ ചെയ്യും. ആവശ്യാനുസരണം എന്തെങ്കിലും ഫെസിലിറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ അതെല്ലാം
അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. അതോടൊപ്പം തന്നെ എന്താണ് ഡോക്ടേഴ്സിന്റെ ഡോക്ടേഴ്സിന്റെ വിസിറ്റ്, ദെൻ അതേപോലെ തന്നെ ECG, മറ്റ് റിപ്പോർട്ട്സുകൾ, മറ്റ് എല്ലാ കാര്യങ്ങളും ECG ആൻഡ് എക്കോ മുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് റിപ്പോർട്ട്സുകളൊക്കെ എന്ത് ചെയ്യുന്നു, മെഡിക്കൽ രേഖകളിലേക്ക് അല്ലെങ്കിൽ അതൊക്കെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സിലേക്ക് രേഖപ്പെടുത്തുന്നതും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്ലോർ മാനേജർ ഇൻ വാർഡ്. കേട്ടോ, രണ്ടുപേരിലും പറയുന്നുണ്ട്, ഒന്നല്ലെങ്കിൽ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയും, അല്ലെങ്കിൽ ഫ്ലോർ മാനേജർ എന്ന് പറയും. കേട്ടോ, യെസ്, നോക്കാം. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആരാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്, a patient care executive is a professional who is specialized in helping people who are recovering from diseases or disability. He or she monitors the performance of patient care services, compares it to government agency standards and makes adjustment if necessary. Okay, ആരാണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്ലോർ മാനേജർ എന്ന് പറയുന്നത്? It's a professional who is specialized in helping people who are recovering from diseases or disability. ആരാണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്? ഒരു പ്രൊഫഷണൽ ആണല്ലേ. അദ്ദേഹത്തിന്റെ അതിൽ എന്തിലാണ് അദ്ദേഹം പ്രൊഫഷണൽ ആയിരിക്കുന്നത്, എന്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? ഹെൽപ്പിംഗ് പീപ്പിൾ ഹു ആർ റിക്കവറിംഗ് ഫ്രം ഡിസീസസ് ഓർ ഡിസബിലിറ്റി. എന്താ പറയുന്നത്? ഏതൊക്കെ സിറ്റുവേഷൻസിലുള്ള പേപ്പേഴ്സിനെയാണ്? ആരാണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്? എന്താണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി? എന്താണ് ഡ്യൂട്ടി പറഞ്ഞേ? സിമ്പിൾ ആയിട്ടൊരു പോയിന്റ് അല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്? പറയാമോ? ഏതെങ്കിലും രോഗത്തിൽ നിന്നോ അല്ലെങ്കിൽ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരെ, പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഡ്യൂട്ടീസ് ആണ് ആര് കൈകാര്യം ചെയ്യുന്നത്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, മാത്രമല്ല അദ്ദേഹം ചെയ്യുന്ന മറ്റു ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? He or she monitors the performance of patient care services. അതായത് പേഷ്യന്റ് കെയർ സർവീസസിൽ സ്റ്റാഫുകൾ കൊടുക്കുന്ന സർവീസസുകൾ നല്ല രീതിയിൽ തന്നെയുള്ള പെർഫോമൻസ് ആണ്, അത് പേഷ്യൻസിന് നല്ല സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അവർ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ടോ, അവരുടെ ആവശ്യകതകളെല്ലാം തന്നെ മാനിച്ചുകൊണ്ടാണോ, അവരുടെ നീഡ്സ് അനുസരിച്ചിട്ടുള്ള സർവീസസ് ആണോ കൊടുക്കുന്നതെന്ന് അദ്ദേഹം മോണിറ്റർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്താണ്? compares it to government agency standard and make adjustment if necessary. മാത്രമല്ല അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് ഏജൻസി സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു. എന്ത് കമ്പയർ ചെയ്യുന്ന കാര്യമാണ്? അതായത് ഗവൺമെന്റ് ഏജൻസി പ്രകാരം പറഞ്ഞിരിക്കുന്ന, സ്റ്റാൻഡേർഡ് പ്രകാരം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് തന്നെയാണോ പേഷ്യന്റ് കെയർ സർവീസസിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്? യെസ്, അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നത് ആരാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ഇനി ആ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസീസ് പറഞ്ഞ മാതിരി ഹെൽത്ത് കെയർ സെറ്റിംഗ്സുമായി ബന്ധപ്പെട്ട് എന്താണ്? പേഷ്യന്റ് കെയറിൽ പാലിക്കേണ്ട കുറച്ച് റെഗുലേഷൻസ് ഉണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതൊക്കെ അനുസരിച്ച് തന്നെയാണോ പേഷ്യൻസിന് ആ കെയറുകൾ കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നത് ആരാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, ഇൻ കേസ് ആ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ട് എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്താണ്? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങൾ, ഫർദർ ആയിട്ടുള്ള മറ്റ്, അതായത് പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ചിലപ്പോൾ പേഷ്യന്റ് കെയറിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള പ്രവർത്തനങ്ങളാണോ കൊടുക്കുന്നുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ ഫീഡ്ബാക്കിൽ നമുക്ക് അറിയാൻ പറ്റും. ആ ഫീഡ്ബാക്ക് അനുസരിച്ച് ചിലപ്പോൾ എന്താണ് ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റ്സിലോ നമുക്ക് എന്താണ് ആരായിരിക്കും അതൊക്കെ കൈകാര്യം ചെയ്യുന്നത്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്. അതായത് ഇപ്പൊ പേഷ്യൻസിന്റെ ഫീഡ്ബാക്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും പോരായ്മകൾ പറയുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മറ്റു പരിഹാര മാർഗങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നതും ആര് തന്നെയാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ ആരാണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്? Is a professional who specialized in helping people who are recovering from disease or disability. ഓക്കെ, അപ്പൊ എങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്? റിക്കവറിംഗ് ഫ്രം ഡിസീസസ് ഓർ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്?
ഏതെങ്കിലും രോഗത്തിൽ നിന്നോ ഏതെങ്കിലും വൈകല്യത്തിൽ നിന്നോ സുഖം പ്രാപിക്കുന്ന വ്യക്തികളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല അദ്ദേഹം കൃത്യമായിട്ട് എന്ത് മോണിറ്റർ ചെയ്യുന്നുണ്ട്? പേഷ്യന്റ് കെയർ സർവീസസിന്റെ പെർഫോമൻസ്, അല്ലെങ്കിൽ പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസസ് നല്ല രീതിയിലുള്ള കെയറിലാണോ കൊടുക്കുന്നതെന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്താണ് ഗവൺമെന്റ് ഏജൻസീസുമായിട്ട് അത് കമ്പയർ ചെയ്യുന്നത്, അല്ലെ? ഗവൺമെന്റ് ഏജൻസി സ്റ്റാൻഡേർഡ് പോളിസീസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടാണോ പേഷ്യൻസിന് ആവശ്യമുള്ള സർവീസസ് കൊടുക്കുന്നത് എന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നു. ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഫീഡ്ബാക്കുകൾ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ പോരായ്മകൾ പറയാൻ അതിന് വേണ്ടിയിട്ടുള്ള മറ്റ് നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ പ്രധാന ഡ്യൂട്ടീസിൽ വരുന്നതാണ്. ഓക്കെ, അതാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് പ്രധാനമായും. മനസ്സിലായോ? ഇതിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ക്രമീകരണങ്ങൾ അറേഞ്ച് ചെയ്യണമെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. എന്തുമായി ബന്ധപ്പെട്ട്? പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് അത് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും ക്രമീകരിച്ചു കൊടുക്കുന്നതും പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, മനസ്സിലായോ? ഗവൺമെന്റ് ഏജൻസീസ് എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഗവൺമെന്റ് ഏജൻസി സ്റ്റാൻഡേർഡ്സ് എന്താന്ന് മനസ്സിലായോ? ഹെൽത്ത് കെയറിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അതായത് ഇന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് എന്നാണ് അദ്ദേഹം അവിടെ സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇൻ കേസ് അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളല്ല എങ്കിൽ മാത്രമാണ് എന്ത് ബാക്കിയുള്ള ക്രമീകരണങ്ങളൊക്കെ അദ്ദേഹം അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴും പേഷ്യന്റ് കെയറിന്റെ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യുന്നത്, ത്രൂ ഔട്ട് മോണിറ്റർ ചെയ്യുന്നത് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഒന്ന് ക്ലിയർ ആയെങ്കിൽ ഒന്ന് ഓക്കെ എങ്കിലും പറയാം കേട്ടോ. ഇനി താഴെ കൊടുത്തിരിക്കുന്ന എന്താണ്? അദ്ദേഹത്തിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മളൊരു കുറച്ച് പോയിന്റ്സ് ആയിട്ടാണ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്ന കാര്യം എന്താണ്? അദ്ദേഹത്തിന്റെ ജോലി എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, എൻഷുർ പ്രോപ്പർ ഡിസിപ്ലിൻ ഓഫ് സ്റ്റാഫ് ഇൻ വാർഡ്സ് ഓർ ഫ്ലോർസ്. ഫസ്റ്റ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്? എൻഷുവേഴ്സ് പ്രോപ്പർ ഡിസിപ്ലിൻ ഓഫ് സ്റ്റാഫ്സ് ഇൻ വാർഡ് ഫ്ലോർ. ഫ്ലോറിലും അതുപോലെ തന്നെ വാർഡ്സിലും എന്താണ്? പ്രോപ്പർ ആയിട്ടുള്ള ഡിസിപ്ലിൻ നിലനിർത്തുക എന്നുള്ള ഡ്യൂട്ടി ആരുടേതാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റേതാണ്. ഓക്കെ, അപ്പൊ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടെ അദ്ദേഹം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അച്ചടക്കവുമായി ബന്ധപ്പെട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം? ചെക്ക് നോയ്സ് ലെവൽസ്, ensure availability of doctors, ensure abrupt response to nursing calls, monitor staff behavior and attitude. Okay, first one എന്താ പറയുന്നത്? ചെക്ക് നോയ്സ് ലെവൽ. എന്താണ് നോയ്സ് ലെവൽ? നോയ്സ് ലെവൽ എന്താ? വാർഡിൽ അനാവശ്യ ശബ്ദങ്ങൾ ഒന്നും ഉണ്ടാവാനായിട്ട് പാടുള്ളതല്ല, അല്ലെ? അനാവശ്യമായിട്ടുള്ള യാതൊരു വിധത്തിൽ, അതായത് പേഷ്യൻസിന്റെ ഒക്കെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതാണ് അവിടെ പറയുന്നത്. അതായത് എന്താണ്? നമ്മൾ ഉയർന്ന ശബ്ദമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നോയ്സ് ലെവൽസ് കൂടാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, ഇപ്പൊ വാർഡിനകത്ത് പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളാണെങ്കിൽ തന്നെ എന്താണ് അമിതമായിട്ടൊരു ശബ്ദത്തോടെയോ അല്ലെങ്കിൽ ബഹളം വെച്ച് അങ്ങനെ ഒന്നുള്ള ഒരു സംസാരമോ അങ്ങനത്തെ ഒരു രീതികളൊന്നും അവിടെ ഫോളോ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ്? വാർഡിന്റെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടിട്ടാണ്, അല്ലെ? അപ്പൊ അത് ചെക്ക് ചെയ്യുന്നത് ആരാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ പ്രധാന ഡിസിപ്ലിനറി ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, യെസ്. പിന്നെന്താണ്? എൻഷുർ അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ്, എൻഷുവേഴ്സ് അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ്. എന്താ പറയുന്നത്? ഡോക്ടർമാരുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നു. അതായത് വാർഡില്, അതായത് കൃത്യസമയത്ത് ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ഉറപ്പ്. അതായത് ചില ഡോക്ടേഴ്സ് ഇപ്പൊ 10 മണിക്ക് തന്നെ കൃത്യമായിട്ട് ഇരിക്കുന്ന സമയമുണ്ട്, അല്ലെ? റൗണ്ട്സിന് വരുന്ന സമയമാണ് 10 മണി, കൃത്യ ടൈം ആയിരിക്കണം, അതല്ല? ആ ടൈമിന് തന്നെ എത്തിച്ചേരുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും പേഷ്യൻസ് വരുന്ന സമയത്ത്, പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത് ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി അവിടെ വാർഡിലുണ്ടോ എന്നും കൂടി ഉറപ്പുവരുത്തുന്നതും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസിൽ വരുന്നതാണ്. ഓക്കെ, അത് ഡോക്ടേഴ്സും പാലിക്കേണ്ട കാര്യമാണ്, അല്ലെ? നമ്മൾ ചില സമയത്തൊക്കെ ഡോക്ടേഴ്സിനെ കാണാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഡിലേ വരാറുണ്ട്. ചിലപ്പോൾ 1-2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്, അല്ലെ? OP പോയി കഴിഞ്ഞാൽ പോലും. ഓക്കെ, അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ജോലിനോടുള്ള ഒരു
ഇത് കുറയ്ക്കുകയാണ് അല്ലെ. ശരിക്കും പങ്ക്ച്വൽ അല്ലാത്ത രീതിയിലൊരു ബിഹേവിയർ ആണ് അത്. ഓക്കെ, കൃത്യസമയത്ത് ഡ്യൂട്ടിയിൽ എത്താന്ന് പറഞ്ഞതാണ് പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അദ്ദേഹം നോക്കുന്നത് എന്താണ്, പേഷ്യന്റിനെ കെയർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് രീതിയിൽ എല്ലാ ഡോക്ടേഴ്സും ആ ഒരു ഓൺ ദ ടൈമിൽ അവിടെ തന്നെ ഉണ്ടോ എന്നുകൂടി ചെക്ക് ചെയ്യുന്നതും പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. Then ensure abrupt response to nursing calls. Ensures abrupt response to nursing calls. ഇവിടെ എന്താ പറയുന്നത്, abrupt means പെട്ടെന്ന് തന്നെ. അതായത് ഇപ്പൊ സ്റ്റാഫ് എന്താ പറയാ, നഴ്സിംഗ് സ്റ്റേഷൻസിൽ എന്തെങ്കിലും കോൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിനൊക്കെ റെസ്പോൺസ് കൊടുക്കുക. ഓക്കെ, ഇൻ കേസ് എന്തെങ്കിലും എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ആണെങ്കിൽ പോലും എന്താണ് ആണോ നമുക്ക് അറിയാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ ഏത് കോൾസ് ആണെങ്കിലും ഒരിക്കലും എടുക്കാതിരിക്കട്ടെ, കൃത്യമായിട്ട് അതിന്റെ റെസ്പോൺസ് ചെയ്യാം. ഓക്കെ, മോണിറ്റർ സ്റ്റാഫ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. വാർഡിലുള്ള എല്ലാ സ്റ്റാഫുകളുടെയും എന്ത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്, ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ് അല്ലെ. നല്ല രീതിയിലുള്ള ഒരു പേഷ്യൻസിനോട് ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പരസ്പരം സ്റ്റാഫുകൾ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ മോണിറ്റർ ചെയ്യുന്നതും ആരാണ്, പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, ഇതെല്ലാം തന്നെ വാർഡിന്റെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇന്ന് ഫസ്റ്റ് എന്തായിരുന്നു പറഞ്ഞത്, ചെക്ക് നോയ്സ് ലെവൽസ്. വാർഡിന് അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ശബ്ദങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് അവൈലബിലിറ്റി കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ പെട്ടെന്നുള്ള നഴ്സിംഗ് കോഴ്സുകൾക്ക് റെസ്പോൺസ് ചെയ്യണം. മൊത്തത്തില് സ്റ്റാഫുകളുടെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡും മോണിറ്റർ ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിന്റെ ഡിസിപ്ലിനറി ഡ്യൂട്ടീസിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ വാർഡിനകത്ത് നല്ലൊരു ഡിസിപ്ലിൻ നിലനിർത്തുന്നത് ആരാണ്, പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. മനസ്സിലായോ എന്ന് വായിച്ചു നോക്കി. ഒന്നാമത്തെ പോയിന്റ്, എക്സിക്യൂട്ടീവിന്റെ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ ഫസ്റ്റ് ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോലി വിതരണം എന്താണ്, ആദ്യത്തേത് എൻഷുർ പ്രോപ്പർ ഡിസിപ്ലിൻ ഓഫ് സ്റ്റാഫ്സ് ഇൻ വാർഡ്സ് ഓർ ഫ്ലോർസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ പിള്ളേരെ? നെക്സ്റ്റ് ജോബ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഇതിന്റെ performs duties related to hospital information system. Performs duties related to hospital information system. ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് HIS മീൻസ് എന്താണ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻസുമായി സിസ്റ്റവുമായി കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് കേട്ടോ. യെസ്, ഇപ്പൊ എന്തൊക്കെയാണ്, മേക്ക് ഷുവർ ദാറ്റ് ന്യൂ അഡ്മിഷൻസ് റിസീവ്ഡ് ഇൻ ദ സിസ്റ്റം. പ്രധാനമായിട്ടും അദ്ദേഹം ഉറപ്പുവരുത്തേണ്ടത് എന്താണ്, ന്യൂ അഡ്മിഷൻസ് എല്ലാം തന്നെ സിസ്റ്റത്തിൽ ആഡ് ചെയ്തിട്ടുണ്ടോ, അഡ്മിഷൻസിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട്, അതായത് സിസ്റ്റത്തിൽ പുതിയ അഡ്മിഷനുകളെല്ലാം തന്നെ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത്, റിസീവ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടിയാണ്. ഓക്കെ, അതായത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് ന്യൂ അഡ്മിഷൻസ് എല്ലാം തന്നെ ആഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ റിസീവ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടിയാണ്. ഓക്കെ, സെക്കൻഡ് എന്താണ്, ensure that discharge are completed on time in the system. Ensures that discharge are completed on time in the system. എന്താണ് പറയുന്നത്, പേഷ്യൻസ് ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത് കൃത്യമായിട്ട് അത് സിസ്റ്റത്തിലേക്ക് ഡിസ്ചാർജുകളെല്ലാം തന്നെ കൃത്യ ടൈമിൽ തന്നെ ഇൻഷുർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഇദ്ദേഹമാണ്. ഓക്കെ, അതായത് പേഷ്യൻസ് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് അതിന്റെ പ്രോസസ്സുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, നെക്സ്റ്റ് റിസോൾവ് ഇഷ്യൂസ് റിലേറ്റഡ് ടു പെറ്റ് മാനേജ്മെന്റ്. റിസോൾവ് ഇഷ്യൂ റിലേറ്റഡ് ടു പെറ്റ് മാനേജ്മെന്റ്. നമുക്ക് ഓൾറെഡി ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെ പേഷ്യൻസ് ആണ് ഡിസ്ചാർജ് ആയി പോയിരിക്കുന്നത്, ഏതൊക്കെ വാർഡിലാണ്, ഏതൊക്കെ ഏരിയാസിലാണ് ബെഡ് അവൈലബിലിറ്റി ഉണ്ടെന്നുള്ളതൊക്കെ അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അത്രയും എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ബെഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നതും ആരാണ്,
പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ഓൾറെഡി നമുക്ക് സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഏതൊക്കെ പേഷ്യൻസ് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് അത്തരം എന്തെങ്കിലും ബെഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാവണമെങ്കിൽ ആ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ആ ഒരു വാർഡിലേക്ക് ഇന്ന വാർഡിൽ ഒഴിവുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കൃത്യമായിട്ട് ആ ഒരു പേഷ്യന്റ് അവിടെ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ട്, ആ പേഷ്യന്റിനെ നമുക്ക് അവിടെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് അതിന്റെ തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നതും ഇദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പോ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ആണ് നമ്മൾ പറഞ്ഞത്. അന്ന് എന്തായിരുന്നു, ന്യൂ അഡ്മിഷൻസ് എല്ലാം തന്നെ സിസ്റ്റത്തിൽ റിസീവ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ എല്ലാ പേഷ്യന്റ് സിസ്റ്റത്തില് എന്താണ് ഡിസ്ചാർജുകളെല്ലാം തന്നെ കൃത്യസമയത്ത് പൂർത്തിയാക്കി എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ബെഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, ക്ലിയർ ആണോ? Then next duty എന്താണ്? Ensure patient care. Ensure patient care. Yes, അതുമായി ബന്ധപ്പെട്ട് പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത്? Address patient problem, provides information in case of any inquiries, checking completeness of medical record file. Okay, ഇപ്പൊ രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട് ഉറപ്പാക്കേണ്ട കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട് അദ്ദേഹത്തിന്റെ. എന്തൊക്കെയാണ്? ഒന്ന്, അഡ്രസ്സസ് പേഷ്യന്റ് പ്രോബ്ലം. എന്താണ് അഡ്രസ്സസ് പേഷ്യന്റ് പ്രോബ്ലം എന്ന് പറയുന്നത്? അഡ്രസ്സസ് പേഷ്യന്റ് പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? പേഷ്യന്റിന്റെ പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾ അനലൈസ് ചെയ്തിരിക്കണം അല്ലെ. എന്താണ് ആ പേഷ്യന്റ് നേരിടുന്ന പ്രശ്നം എന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ്? പ്രൊവൈഡ് ഇൻഫോർമേഷൻ ഇൻ കേസ് ഓഫ് എനി ഇൻക്വയറീസ്. പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം പല ഇൻക്വയറീസ് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയണമെങ്കിലൊക്കെ അത്തരം കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും അന്വേഷണങ്ങൾ അല്ലെ, പേഷ്യൻസിന്റെ എന്തെങ്കിലും അന്വേഷണങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതും പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, പേഷ്യൻസിന്റെ പല വിധത്തിലുള്ള അന്വേഷണങ്ങൾക്കുള്ള എല്ലാത്തരം ഇൻഫർമേഷൻസും പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ്? Patient care executive duties are. Then next one, checking completeness of medical record file. എന്താണ് ഒന്നാമത്തെ പോയിന്റ്? ചെക്കിംഗ് കംപ്ലീറ്റ്നെസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫയൽ. ആ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന മെഡിക്കൽ റെക്കോർഡ് ഫയൽ കൃത്യമാണ് അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതും പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, ഇപ്പൊ ഏതെങ്കിലും ഡോക്ടേഴ്സിന്റെ സൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാത്തുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഫോംസ് ഒക്കെ അതിൽ ഫില്ല് ചെയ്യാനുണ്ടായിരിക്കാം മെഡിക്കൽ റെക്കോർഡ് ഫയലുമായി ബന്ധപ്പെട്ട്. അതൊക്കെ കൃത്യമായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടോ, പേഷ്യൻസിന്റെ സൈൻ ഉണ്ടോ, ഡോക്ടേഴ്സിന്റെ സൈൻ ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് ആ റെക്കോർഡ് കംപ്ലീറ്റ് അനലൈസ് ചെയ്തിട്ട് അതൊന്ന് ചെക്ക് ചെയ്യേണ്ടതും ആരാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ പ്രധാന ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ രോഗി പരിചരണമായിട്ട് ഉറപ്പാക്കേണ്ട കുറച്ച് ഡ്യൂട്ടീസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഒന്ന്, പേഷ്യൻസിന്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് അഡ്രസ് ചെയ്യുക. ഇനി പേഷ്യൻസിന് എന്തെങ്കിലും അന്വേഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് ഫയലിൽ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതും പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, ക്ലിയർ? Next one, coordinate ward unit performance. Coordinate ward unit performance. എന്താണ്? ആ വാർഡിന്റെ പെർഫോമൻസ് കോർഡിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏകോപിപ്പിക്കുന്നത് ആരാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. കോർഡിനേറ്റ് വാർഡ് യൂണിറ്റ് പെർഫോമൻസ്. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റാഫുകളും എന്താണ് നല്ല രീതിയിൽ എല്ലാവരുടെ ഡ്യൂട്ടീസും കാര്യങ്ങളും പെർഫോം ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. യെസ്, അതോടൊപ്പം തന്നെ എന്താണ് പരസ്പരം പല സ്റ്റാഫുകളുമായിട്ട് അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് എന്താണ് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല റിലേഷൻഷിപ്സ് കൂടി അവിടെ ഉണ്ടായിരിക്കണം. ആ ഒരു കോർഡിനേഷൻ ആണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ,
Next one, feedback to chairman or HOD in compliance with the quality standards, medical records audit and significant incidents. Feedback to chairman or HOD in compliance with the quality standards, medical records audit and significant incidents. എന്താണ് പറയുന്നത്? മെഡിക്കൽ റെക്കോർഡ്സ് ഓഡിറ്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ഇൻസിഡൻസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക് കൊടുക്കുന്നത് ആർക്കായിരിക്കും? ചെയർമാനും ഫീഡ്ബാക്ക് കൊടുക്കുന്നത് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. അതായത് മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഓഡിറ്റുമായി ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ഇൻസിഡൻസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ പാലിക്കേണ്ട കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇപ്പൊ ISO എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ നമ്മള്? ISOന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ നാബിന്റെ റെഗുലേഷൻസ് ഒക്കെ അതൊക്കെ പാലിച്ചുകൊണ്ട് HODക്ക് ഫീഡ്ബാക്സ് ഒക്കെ കൊടുക്കുന്നത് ആരാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. HOD എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ചെയർമാൻ. ഓക്കെ, യെസ്, അവർക്കൊക്കെ ഫീഡ്ബാക്സ് കൊടുക്കുന്നത് എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, then supervise the duties of ward secretaries on the respective floor, ensure that ward secretaries are placing doctors visit desired procedure like desired echo, ECG if any. Okay, then sixth point എന്താ പറയുന്നത്? Supervise the duties of ward secretaries. വാർഡ് സെക്രട്ടറീസിന്റെ ഡ്യൂട്ടീസുകൾ സൂപ്പർവൈസ് ചെയ്യുന്നതും ആരാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. പ്രത്യേകിച്ച് ഡോക്ടേഴ്സിന്റെ വിസിറ്റ്സുകള്, ബ്ലെസ്സിംഗ് വിസിറ്റുകൾ, മറ്റ് പ്രൊസീജിയേഴ്സ്, എക്കോ, ECG പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് അദ്ദേഹത്തിനെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നതും അതായത് വാർഡ് സെക്രട്ടറീസിനെ സൂപ്പർവൈസ് ചെയ്യുന്നതും ആരാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ പ്രധാന ഡ്യൂട്ടീസിൽ വരുന്നതാണ് കേട്ടോ. അതായത് നിലവിലുള്ള സെക്രട്ടറിമാരുടെ മേൽനോട്ടം വഹിക്കുന്ന പ്രധാന ഡ്യൂട്ടീസ് ഇദ്ദേഹവും പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിനെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പൊ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ആരാണ്? അല്ലെങ്കിൽ ഫ്ലോർ മാനേജർ എന്ന് പറയുന്ന ആരാണ്? ഒരു പ്രൊഫഷണൽ ആണ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും രോഗത്തിൽ നിന്നോ വൈകല്യത്തിൽ നിന്നോ എന്താണ് പേഷ്യൻസിന് റിക്കവർ ചെയ്യുന്ന പേഷ്യൻസിന് ഒരു ഹെൽപ്പിംഗ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ എന്താ പറയാ അവരെ സഹായിക്കുന്ന പ്രധാന ഡ്യൂട്ടിയാണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് കൈകാര്യം ചെയ്യുന്നത്. പേഷ്യൻസിന് എന്തൊക്കെ ആവശ്യകതകളുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു ഡ്യൂട്ടിയാണ് ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല കൊടുക്കുന്ന പേഷ്യന്റ് കെയർ യൂണിറ്റ്സിൽ അല്ലെങ്കിൽ പേഷ്യന്റ് കെയറിൽ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഏജൻസി സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യും ആവശ്യാനുസരണം എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ഇദ്ദേഹത്തിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മള് 6 രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നതിൽ 3 പറയുന്നത് എങ്ങനെയാണ്? ഒന്ന്, ഡിസിപ്ലിൻസുമായി ബന്ധപ്പെട്ട് വാർഡിന്റെ എല്ലാ തരത്തിലുള്ള നോയ്സ് ലെവൽ ചെക്ക് ചെയ്യണം, ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി നോക്കണം, അതേപോലെ തന്നെ നഴ്സിംഗ് കോഴ്സിന് എത്രയും പെട്ടെന്ന് തന്നെ റെസ്പോൺസ് കൊടുക്കണം. ദെൻ സ്റ്റാഫുകളുടെയും നഴ്സസിന്റെയും ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫിന്റെ ബിഹേവിയർ ആറ്റിറ്റ്യൂഡ് നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യണം. ദെൻ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡ്യൂട്ടീസ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? എല്ലാ ന്യൂ അഡ്മിഷൻസ് എല്ലാം തന്നെ സിസ്റ്റത്തിലേക്ക് റിസീവ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ് ഡിസ്ചാർജ് കൃത്യ ടൈമിൽ തന്നെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതെല്ലാം തന്നെ ഉറപ്പുവരുത്തുന്നത്. അതുപോലെ തന്നെ ബെഡ് അവൈലബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ബെഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരാണെങ്കിൽ അതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന അദ്ദേഹമാണ്. പിന്നെ പേഷ്യന്റ് കെയറിൽ ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ? പേഷ്യൻസിന്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ അവരുടെ എൻക്വയറീസ്, പിന്നെ മെഡിക്കൽ റെക്കോർഡ്സ് ഫയൽ കംപ്ലീറ്റഡ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതും പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ വാർഡിന്റെ പ്രവർത്തനങ്ങൾ വാർഡിന്റെ യൂണിറ്റ് പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നു. പിന്നെ എന്തെങ്കിലും തരത്തില് ഇപ്പൊ പ്രത്യേകിച്ച് മെഡിക്കൽ റെക്കോർഡ്സ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് അതിന്റെയൊക്കെ എന്തെങ്കിലും തരത്തിൽ ഫീഡ്ബാക്സുകൾ ഉണ്ടെങ്കിലൊക്കെ ചെയർമാൻ അല്ലെങ്കിൽ HODക്കൊക്കെ ഫീഡ്ബാക്സ് ഒക്കെ കൊടുക്കുന്നതും പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ്? വാർഡ് സെക്രട്ടറീസിനെ സൂപ്പർവൈസ് ചെയ്യുന്നത്. പല പ്രൊസീജിയേഴ്സിലും എന്താണ് വാർഡ് സെക്രട്ടറീസിനെ സൂപ്പർവൈസ് ചെയ്യുന്നതും ഇദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടീസ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? Then, okay.
Next one, patient relation officer, PRO. കേട്ടിട്ടുണ്ടാവും അല്ലെ? ആരാണ് patient relation officer എന്ന് പറയുന്നത്? Patient relation officers are responsible for managing the relationship between healthcare providers and patients. Okay. They work with doctors, nurses, hospitals, pharmaceutical companies, etc. to make sure that all parties involved in a patient's care are pleased with their experiences. Okay. ആരാണ് patient relation officer? PRO എന്ന് പറയുന്നത്. ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്സ് ആണ് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്? ആരൊക്കെ തമ്മിലാണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡർമാരും രോഗികളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെ? ബന്ധം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? patient relation officersനാണ്. മാനേജിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ്. ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്സ് ആണ് ഇവിടെ അദ്ദേഹം മാനേജ് ചെയ്യുന്നത്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ്. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും രോഗികളും തമ്മിലുള്ള ബന്ധം കൈകാര്യം ചെയ്യുന്നതാണ് ആര്? PRO എന്ന് പറയുന്നത്. അദ്ദേഹം ആരുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്? They work with the doctors, nurses, hospitals, pharmaceutical companies, etc. അല്ലെ? PROമാർ ആരുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്? Doctors, nurses, hospitals, pharmaceutical companies, etc. Okay. Then to make sure that all parties involved in a patient's care are pleased with their experience. മാത്രമല്ല PRO പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എന്താണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്? ഓരോ വരുന്ന പേഷ്യൻസും അവരുടെ അനുഭവത്തിൽ അവർ സംതൃപ്തരാണോ, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസിൽ ഓരോ പേഷ്യൻസും സംതൃപ്തരാണോ, സാറ്റിസ്ഫൈഡ് ആണോ എന്ന് കൂടി, എന്നാൽ അവർക്ക് കൊടുക്കുന്ന പേഷ്യന്റ് കെയറിൽ ഓരോ വ്യക്തികളും ഓരോ പേഷ്യൻസും സംതൃപ്തരാണോ എന്ന് കൂടി അദ്ദേഹം അനലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോ ഹെൽത്ത് കെയർ പ്രൊവൈഡർമാരും പേഷ്യൻസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്സ് ആണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ആരാണ്? പേഷ്യന്റ് റിലേഷൻ ഓഫീസർ അഥവാ PRO. ഓക്കെ. ബാക്കി അദ്ദേഹത്തിന്റെ ജോബ് ഡ്യൂട്ടീസ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ക്ലാസ്സിൽ തന്നെ പറയണം കേട്ടോ. ഞാൻ എത്രയോ പ്രാവശ്യം ചോദിക്കും എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയണം. ക്ലാസ്സിൽ തന്നെ, എന്റെ ക്ലാസ്സിലുള്ള പ്രശ്നങ്ങൾ എന്റെ ക്ലാസ്സിൽ തന്നെ പറയണം കേട്ടോ. ഓക്കെ. ഓക്കെ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.